പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറുമായി സംസാരിച്ചു. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ന്യൂറോളജിക്കൽ സർജനാണ്. ഞങ്ങളുടെ സംസാരം ആ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു ബൈക്ക് അപകടത്തെക്കുറിച്ചായി. അമിത വേഗതയിലെത്തിയ ബൈക്ക് മീഡിയനിലേക്ക് പാഞ്ഞു കയറി യുവതി മരിച്ചു. കാമുകിയായിരുന്നു. യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതിപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ഏതാണ് എന്ന് ഓരോരുത്തരും കരുതും അവരുടെ അടുത്തുണ്ടായ അപകടമാണെന്ന്. കേരളം ഒട്ടനീളം ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അവിടെ അപകടം ഡോക്ടറെ അടുത്ത് വന്നോ? ഇല്ല, അന്നേരം ഡോക്ടർ ആയിരുന്നില്ല. അതിങ്ങനെ തുരുതുരാ വരുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? എത്ര പറഞ്ഞാലും ചെറുപ്പക്കാർ കേൾക്കില്ല. ഹെൽമറ്റ് വയ്ക്കില്ല. ഹെൽമറ്റ് വെച്ചാൽ തന്നെ അതിൻ്റെ ക്ലിപ്പ് ഇടില്ല, സ്ട്രാപ്പ് ലോക്ക് ചെയ്യില്ല. ഒരു കാര്യമില്ല, വീണാൽ ആദ്യം തെറിച്ചു പോണത് ആ ഹെൽമറ്റ് ആയിരിക്കും. പിന്നെ ബൈക്കിന് ഒരു പരിമിതിയുണ്ട്. ബൈക്കിനെ ചെകുത്താൻ്റെ മെഷീൻ എന്നാണ് വിളിക്കുന്നത്. എത്ര ബൈക്ക് ലോകത്തിറങ്ങിയിട്ടുണ്ടോ അത്രയും അപകടം അതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരത്ഭുതത്തിനും അവകാശമില്ല. ചെറിയ അപകടങ്ങളാവുമ്പോൾ ആരും അറിയില്ല. ഒരു ചെറിയ അപകടമെങ്കിലും ഉണ്ടാക്കാത്ത ഒരു ബൈക്ക് കാണിച്ചു തരാമോ? ഞാനും ബൈക്ക് ഓടിച്ചിട്ടുള്ളതാണ്. 7-7.5 ലക്ഷത്തോളം കിലോമീറ്റർ ഒരു കാവാസാക്കി ബജാജ് ആയിരുന്നു. അതുമായി ഞാൻ പോകാത്ത സ്ഥലങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും കുറവാണ്. 1987 പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങളായി ചായക്കും കാപ്പിക്കും പകരമുള്ള ജാപ്പി, സോപ്പിന് പകരമുള്ള ദേഹകാന്തി സ്നാന പൗഡർ, പേസ്റ്റിന് പകരമുള്ള അഗ്നി ടൂത്ത് പൗഡർ, ഇവയായിരുന്നു എൻ്റെ ആദ്യകാല പ്രകൃതി സംരംഭങ്ങൾ. പിരിവെടുക്കാതെ എനിക്കെൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഗാന്ധി യുവമണ്ഡലത്തിൻ്റെ പ്രവർത്തനം, മദ്യനിരോധന പ്രവർത്തനം, സ്വാശ്രയ വൈപ്പിൻ പ്രവർത്തനം, ഈ ഉൽപ്പന്നങ്ങളിലൂടെയും അതിനുശേഷം 1996 എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ആരംഭിച്ച അരുവി പ്രകൃതി ഹോട്ടല്, പിന്നെ 2000 ആലുവ പുഴയുടെ തീരത്ത് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ രക്ഷാകർത്തത്തിൽ തുടങ്ങിയ അദ്ദേഹം തന്നെയാണ് അരുവിയും അന്ന് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത്തെ അരുവി പ്രകൃതി ഹോട്ടല് കൊല്ലത്ത് ആയുർവേദ കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. മൂന്നാമത്തെ പ്രകൃതി ഹോട്ടലും കൂടെ പറയട്ടെ, അത് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനാണ് തിരുവനന്തപുരത്ത് ഗാന്ധിഭവൻ, തൈക്കാട് ഗാന്ധിഭവനിൽ ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലുകളും കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ പിരിവെടുക്കാതെ നടത്തിക്കൊണ്ടുവരാൻ നല്ലൊരളവിൽ എനിക്ക് സാധിച്ചു. നിരവധി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. കഴിയുന്നതും പിരിവെടുക്കാതെ, പിരിവെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വിളിച്ചു തരുന്നവരുടെ സന്തോഷം നിറഞ്ഞ പങ്കാളിത്തമാണ് പ്രവർത്തനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 26-ാമത്തെ വർഷമാണ് കേരളത്തിൽ ഞാൻ പ്രകൃതി സന്ദേശയാത്ര നടത്തുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും ക്ലാസ്സും കൺസൾട്ടേഷനും 14 ദിവസങ്ങൾ അതിനുവേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. വിദേശങ്ങളിൽ പോയിരുന്നത് അതിനുശേഷം മാത്രമാണ്. ആ സമയത്തെല്ലാം ഏതാണ്ട് 2000-2001 വരെ ഞാൻ ഈ ബൈക്കിലായിരുന്നു കേരളം ഒട്ടാകെ യാത്ര. ജാപ്പിയും ദേഹകാന്തിയും മുഖകാന്തി അങ്ങനെ ഒരു ഉൽപ്പന്നം കൂടി എനിക്കുണ്ടായിരുന്നു, ഓർഗാനിക്കായിട്ടുള്ളൊരു ഫേസ് മെറ്റീരിയൽ. ഈ അഗ്നി ടൂത്ത് പൗഡറും നിറച്ച 2-3 ചാക്കുകൾ ബൈക്കിൻ്റെ പുറകിൽ കെട്ടി ഒരു കൈവിട്ടാൽ പോലും ഹാൻഡിൽ കടന്ന് വിറയ്ക്കുന്ന രീതിയിലുള്ള ലോഡുമായി ഞാൻ എറണാകുളത്ത് നിന്ന് തലശ്ശേരി ചേറ്റൻകുന്ന് ഖാദിയിലേക്ക് സാധനം സപ്ലൈ ചെയ്യാൻ ഇടയ്ക്കുള്ളിടത്തെല്ലാം കൊടുക്കും. പിന്നെ കന്യാകുമാരിയിലേക്കുമൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ നിറച്ചോടിയിട്ടുണ്ട്. അതേപോലെ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് റോ മെറ്റീരിയൽ എടുത്ത് ബൈക്കിൽ അങ്ങനെ പോരാറുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു.
ഇന്ന് ബൈക്ക് യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ പേടിയാകുകയാണ്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ തകർന്നു കിടക്കുന്ന 2-3 ബൈക്കുകളെങ്കിലും കാണാറുണ്ട്. ഓരോ ജീവിതമാണ് നശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഓരോ ദിവസവും തല പൊളിഞ്ഞ് ഓരോരോ തലത്തിൽ ഒഴിഞ്ഞു മടങ്ങി എത്രയോ പേരാ വരുന്നത്. കണ്ട് മടുത്തു സാറേ. ഒരല്പം ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെയായാൽ എന്താ ചെയ്യുക? ബൈക്ക് യാത്രക്കാർക്ക് ഒരു കാറ്റ് മതി മറിഞ്ഞു വീഴാൻ. ഒരു വണ്ടിക്കാരൻ ഒന്ന് തൊട്ടാൽ മതി, ഒരു വണ്ടി ഒന്ന് തൊട്ടാൽ മതി, അടുത്തുകൂടെ വലിയ സ്പീഡിൽ ഒരു വണ്ടി പോയാൽ മതി. പക്ഷേ ബൈക്ക് ഓടിക്കുന്നവരുടെ വിചാരം ബാക്കിയുള്ളവർക്കൊക്കെ അപകടം പറ്റും, എനിക്കൊരു കുഴപ്പം പറ്റില്ല എന്നുള്ളതാണ്. ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഡോക്ടറുടെ മുഖത്ത് തികഞ്ഞ നിസ്സഹായ അവസ്ഥ, തികഞ്ഞ സങ്കടം കാണുകയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ വന്ന 2 വാർത്തകൾ, നിരവധി വാർത്തകളുണ്ട്, അതിലൊന്ന് ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. നല്ല സുന്ദരനും സുമുഖനുമായ ഒരു യുവാവിൻ്റെ ഫോട്ടോയാണ്. എങ്ങനെയാണ് പോറ്റി വളർത്തിയ അച്ഛനും അമ്മയും സഹിക്കുക? ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ഓർക്കുകയാണ്. ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്ക് പറ്റിയ മകൻ ICUവിലാണ്. അച്ഛൻ പുറത്തിരിക്കുകയാണ്. അയാളുടെ മുഖത്ത് യാതൊരു വികാരവും ഇല്ല. അപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതം തോന്നി. മകൻ ഇങ്ങനെ കിടക്കുമ്പോഴും ഒരു വികാരമില്ലാതെ ഈ അച്ഛൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? സംസാരിച്ചു. 1 കൊല്ലം മുമ്പ് ഈ കിടക്കുന്ന പയ്യന്റെ മൂത്തത് ഇതുപോലെ തന്നെ ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഇപ്പോഴിതാ 2ാമത്തെ മകൻ. ആകെ ഉള്ളത് 2 മക്കളാണ്. ഈ 2ാമത്തെ മകനെ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ഡോക്ടർ സംസാരിച്ചപ്പോൾ അയാളുടെ മുഖം മാറി, ഭാവം മാറി, കരയാൻ തുടങ്ങി. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എൻ്റെ ഒരു മകൻ പോയി, 2ാമത്തവൻ ഇങ്ങനെയുമായി. ഇതാണ് അവസ്ഥ. ഇത് PS സജീവ്, മലയൻകീഴുകാരനാണ്. നിയന്ത്രണം വിട്ട ബൈക്ക് അപകടത്തിൽപ്പെട്ട് 18കാരൻ മരിച്ചു. ബാക്കി വാർത്ത ഞാൻ വായിക്കുന്നില്ല. മറ്റൊരു വാർത്ത, വാഹനാപകടം, പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. അമൻ ജോസഫ്, കഴക്കൂട്ടം, ഒരു 1ാം വർഷ MCA വിദ്യാർത്ഥിയാണ്. അതും നിയന്ത്രണം വിട്ടുമറിഞ്ഞതാണ്. എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ഇടിച്ചതല്ല. കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഒരു 10-20 ചെറുപ്പക്കാരെങ്കിലും വാഹനാപകടത്തിൽ, ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായ കഥ. അതിൽ മരണങ്ങൾ കുറച്ച്. ഇതിലൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? അച്ഛനമ്മമാർ പറഞ്ഞാൽ ഇക്കാലത്ത് ചെറുപ്പക്കാർ കേൾക്കുന്ന കാര്യം പ്രയാസമാണ്. അധ്യാപകർ പറഞ്ഞാൽ അവരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഗുരുശിഷ്യ ബന്ധം മാറിക്കഴിഞ്ഞു. ആരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്പം വിവേകം കൊടുക്കുക? സ്വന്തം ആരോഗ്യം, സ്വന്തം ജീവനാണ് പ്രാഥമികമായ പരിഗണന നൽകേണ്ടത് എന്നവരോട് ആരാണൊന്ന് പറഞ്ഞു കൊടുക്കുക? ദൈവം പോലും രക്ഷിക്കാനാവാത്ത രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാർ സ്വയം നശിക്കുകയാണോ? ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തണ്ടേ? ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിനെതിരെയും കൂടെ ഭരണകൂടം, രമേശ് ചെന്നിത്തലയും VD സതീശനും ലിജു അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു ശ്രമം നടത്തുമോ? മറുഭാഗത്ത് അല്പം വിവേകം കൊടുക്കാനുള്ള യജ്ഞം സമൂഹത്തെ നിയന്ത്രിക്കുന്ന ശക്തികളെല്ലാം കൂടെ നടത്തുമോ? കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിൻ്റെ ചോദ്യം കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള നിർദ്ദേശങ്ങൾ എഴുതണം. കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ഒരു ചെറുപ്പക്കാരനെങ്കിലും അല്പം സ്പീഡ് കുറച്ച് അല്പം കൂടെ ജാഗ്രതയോടെ വാഹനം ഓടിക്കാൻ ഇതുകൊണ്ട് തോന്നുമെങ്കിൽ അത്രയുമായല്ലോ. നന്ദി, നമസ്കാരം.